എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇപ്പോഴുള്ളത് ഷാർജ അബുഷകാരയിലുള്ള റൈഹാൻ ഗൾഫ് മെഡിക്കൽ സെന്ററിലാണ്. നമുക്കൊപ്പമുള്ളത് റൈഹാൻ ഗൾഫ് മെഡിക്കൽ സെന്ററിലെ സൈക്കോളജിസ്റ്റ് സോളിഡ് കെ ഡേവിസ് ആണ്. നമസ്കാരം മാം. നമസ്കാരം. ഈ മെന്റൽ ഹെൽത്ത്, ബിഹേവിയർ, ഇമോഷണൽ തിങ്സ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രശ്നങ്ങളിൽ ഒരുപാട് ആളുകൾക്ക് ഡോക്ടർ കൊടുത്ത സഹായങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. വെല്ലുവിളികളെ അതിജീവിക്കുവാനും മറ്റു കുട്ടികൾക്കായാലും കുടുംബങ്ങൾക്കായാലും ഡോക്ടർ പറയുന്ന അഡ്വൈസ് വളരെ ഹെൽപ്ഫുള്ളുമാണ്. മാം, ഈ ഒരു സ്ട്രെസ്, സ്ക്രീൻ ടൈം, സോഷ്യൽ ചേഞ്ചസ് ഇതൊക്കെ കുട്ടികളുടെ മെന്റൽ ഹെൽത്തിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? പല പാരൻസും ഇതിൽ ഇപ്പോഴും കൺഫ്യൂസ്ഡുമാണ്. എല്ലാ കുട്ടികളും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പെർട്ടിക്കുലർ പാരൻറ്റിങ് ഗൈഡ് ലൈൻ കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടൊരു കാര്യമാണ്. പക്ഷേ കുട്ടികളെ അനുസരിച്ച് നമുക്ക് നമ്മുടെ കുട്ടികളെ അറിയാമല്ലോ, അവരെ സ്വഭാവങ്ങളും അവരെ രീതികളും അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു പ്ലാനിങ് ഒക്കെ എടുത്തിട്ട് അവർക്കൊരു ഗൈഡ് ലൈൻ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അതോറിറ്റേറ്റീവ് ടൈപ്പ് ഓഫ് പാരൻറ്റിങ്ങിനെയാണ് പൊതുവേ സൈക്കോളജിസ്റ്റുകൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാറുള്ളത്. കാരണം നമുക്ക് കുട്ടികൾക്കൊരു നല്ല എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക, ഇതുവഴി നമുക്ക് കുറച്ചും കൂടിയും അവരെ നർച്ചർ ചെയ്യാനും അവരെ ഡെവലപ്പ് ചെയ്യാനും കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ പൊതുവേ നമ്മൾ പാരൻസ് കുട്ടികൾ എന്തെങ്കിലും കുറുമ്പൊക്കെ കാണിക്കുമ്പോൾ ഒച്ചയെടുക്കുക, ദ്രാഷ്ടത്തോടെ നോക്കുക, തല്ലുക, ഒച്ചപ്പാടും ബഹളമാണ്. സോ അവിടെ ഒരിക്കലും അവരെ ഡിസിപ്ലിൻഡ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഒരിക്കലും ഡിസിപ്ലിൻഡ് അല്ല അവിടെ ആവുന്നത്. പകരം അവരെ ഡിസിപ്ലിനെ മാറ്റി നിർത്തിക്കൊണ്ട് അത് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് കഴിഞ്ഞ് വീണ്ടും വേഴ്സ്റ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുകയാണ് പൊതുവെ കുട്ടികൾ ചെയ്യാറുള്ളത്. ആ സമയങ്ങളിൽ നമ്മൾ എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് ചിന്തിക്കാം എന്നുള്ളതാണ് ഒരു പാരന്റിനെ സംബന്ധിച്ച് ചിന്തിക്കേണ്ട കാര്യം. പ്രൊഡക്റ്റീവ് ആവുക എന്ന് പറയുന്നത് ചിലപ്പോൾ ആ ഒരു മിസ്റ്റേക്കിനെ ഒരു സ്റ്റോറിയുടെ രീതിയിലോ അല്ലെങ്കിൽ ആ എൻവയോൺമെന്റിൽ നിന്ന് ഒരു പസിൽ കളിക്കാനോ ഗെയിം കളിക്കാനോ ഗാർഡനിങ് ചെയ്യാനോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഒന്ന് കൊണ്ടുപോകാനോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കുട്ടികൾ എന്താ പറയുക കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ് അവർക്ക്. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു അഗ്രഷൻ എന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറിനെ നമുക്ക് പാരൻസിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും.